കർത്താവേ, ഒരു കുടുംബത്തിന് എന്തിനാ ഇങ്ങനെ തീതിരിക്കുന്നത്? വലിയ വലിയ ജഡ്ജിമാരും സിനിമാ താരങ്ങളും ഒക്കെ നമ്മളെങ്ങനെ അങ്ങോട്ട് പുകഴ്ത്തല്ലേ? ഈ എല്ലാ വോട്ടർമാരും കൂടെ വന്ന് വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് പറയാം ഇതിനകത്ത് തിരിമറി നടന്നു എന്നാണ്. ഇത് അങ്ങനെയല്ല. ഞാനിത് എപ്പോ പറഞ്ഞു? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നുണേ പറയും. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്നത് ജനവിധിയെ മാനിക്കാൻ പരാജയപ്പെട്ട കോൺഗ്രസോ അതിന്റെ ഘടകകക്ഷിയോ തയ്യാറല്ല എന്നുള്ളതാണ്. മറ്റൊന്ന് സ്ത്രീകളുടെ പങ്കാളിത്തം. നേരത്തെ സൂചിപ്പിച്ചതല്ല, സ്ത്രീകളുടെ പങ്കാളിത്തമാണ്. അത്രയ്ക്കൊന്നും ഇല്ല, നീ ചുമ്മാ ഓവറാക്കിയതാണ്. പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ വളരെ കാര്യശേഷിയുള്ള നല്ല യുവാക്കളായിട്ടുള്ള നേതാക്കളൊക്കെ കോൺഗ്രസ് വിട്ടുപോയി. യഥാർത്ഥത്തിൽ വോട്ട് ചോരിയല്ല നടക്കുന്നത്, നേതാക്കളുടെ ചോർച്ചയാണ് നടക്കുന്നത്. തിരിച്ചുവരവ് ശുഭലക്ഷണമാണ്. ഞാനിങ്ങനെ മര്യാദക്ക് ഇരിക്കണമെന്നുള്ളൂ. ഏട്ടാ ഞാൻ മറ ചേച്ചേന് കത്തേണ്ട സമയത്ത് കത്തിക്കാതെ വെളിയിൽ പോയി തിരിച്ചു വന്ന് കത്തിച്ചിട്ട് കാര്യമുണ്ടോ? അതാണ് ഈ ഉറുമിസ് സംവിധാനത്തിലെ ന്യൂനതകളെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം. അപ്പൊ ഇലക്ഷൻ കമ്മീഷനിലേക്കല്ല ഇത് പോകേണ്ടത്, പാർട്ടി ഘടനയിലാണ്. നിങ്ങളെ ഇതിനിടയ്ക്കിടയ്ക്ക് ഓരോ കുറ്റവും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത് എന്തിനാന്ന് എനിക്കറിയാം. ഈ വക പുലിവാലുണ്ടാവുന്നു. സാധാരണ നമുക്കിപ്പോ ഒരു കോൺഗ്രസിന്റെ അവിടുത്തെ നേതാവ് ആരാണെന്ന് പോലും ചൂണ്ടിക്കാണിക്കാൻ ഒരു നേതാവില്ലാത്ത ഒരു പാർട്ടിയായി മാറി. അതുകൊണ്ടല്ലേ ഞാൻ ഈ ചാനലൊക്കെ കയറി നിറങ്ങണേ. കുത്തം തമാശ പറയില്ലേ ഗുബാജി? കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിച്ച മണ്ഡലത്തിൽ പോലും അദ്ദേഹം തോറ്റു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഞാൻ കാര്യങ്ങൾ അവസരോചിതമായി ഡീൽ ചെയ്തുകൊണ്ട് ഒക്കെ സ്മൂത്തായി ഒന്ന് മൂപ്പിച്ചു കൊടുത്തേക്കാം. അപ്പൊ അവിടെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ്, മൈഗ്രേഷൻ, ഇതൊക്കെ ഒരു വലിയ ഇഷ്യൂ ആയി നിൽക്കുകയാണെങ്കിൽ പോലും കയ്യില് കാശും തൃശൂക്കാരന്റെ ബുദ്ധിയും കിട്ടിയ ലോകത്തിലെ ആരെയും കയ്യിൽ 10 കാശ് വന്നു കഴിയുമ്പോഴേ ചിലർക്ക് അങ്ങനെയാ. ഒരു സാഹചര്യമാണ് കോൺഗ്രസിന്. പിന്നെ അപ്പൊ RJDക്ക് കോൺഗ്രസ് ഒരു ബാധ്യതയായി മാറിയ ഒരു സ്ഥലമാണ് ആക്ച്വലി ബീഹാർ. ഇവിടെ ആരാ മര്യാദ അടിച്ചെന്ന് അറിയാലോ. എന്നിട്ട് എന്നോട് മര്യാദ കാണിക്കാൻ പറ്റും. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? കണ്ടില്ലേ കത്തി കേറുന്നത്? കണ്ടില്ലേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ല, ഇനി എപ്പോഴാ താഴെ ഇറങ്ങുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. വിഷ് യു ഹാപ്പി ജേർണി.